നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, ഒരാൾ നിങ്ങൾക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ്. നിങ്ങൾ കാശ് കടം വാങ്ങിയിട്ട് തന്നില്ല എന്നുള്ള നിലയില്ല. ശരിക്കും നിങ്ങൾ കാശ് വാങ്ങിയിട്ടില്ലെങ്കിൽ അതെങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോർട്ടിൽ CRPC 482 പ്രകാരം കേസ് കൊടുക്കാം. നമുക്ക് ഇത് കെട്ടിച്ചമച്ചതാണെന്നും വ്യാജമാണെന്നും പിന്നെ അങ്ങനെ ഒരു നിയമപരമായി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെപ്റ്റ് ഇല്ല എന്നും ഇത് ദുരുദ്ദേശപരമായി ഫയൽ ചെയ്ത കേസാണെന്നും ഒക്കെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി ആ FIR ക്വാഷ് ചെയ്യാൻ കഴിയും. പിന്നെ വേറെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കൊരു കൗണ്ടർ കംപ്ലൈൻറ്റ് കൊടുക്കാം. ഈ കക്ഷിക്കെതിരെ ഒരു കൗണ്ടർ കംപ്ലൈൻറ്റ് കൊടുക്കാം, ഒരു ക്രിമിനൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ഫാൾസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ സെക്ഷൻ 211 IPC ഉപയോഗിച്ച് ഒരു ഫാൾസ് FIR നെതിരെ നമുക്ക് കൊടുക്കാം. പെർജ്യൂറി, അതായത് ഗിവിങ് ഫാൾസ് എവിഡൻസ്, അതിനെതിരെ. പിന്നെ ഡിഫമേഷൻ, അതിനെതിരെ. പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അതിനെതിരെയൊക്കെ കൗണ്ടർ കംപ്ലൈൻറ്റ് നമുക്ക് പോലീസിൽ നൽകാവുന്നതാണ്. ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാം, അറസ്റ്റ് ഒഴിവാക്കാം. പിന്നെ മറ്റൊരു നിയമ സാധ്യതയാണ് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് ഈ ലോൺ അഗ്രിമെൻറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാം. അതൊരു വഴിയാണ്, സാധ്യതയാണ്. പിന്നെ നിങ്ങൾക്കുണ്ടായ മാനസികവും നിയമപരമായ നഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കാവുന്നതാണ് സിവിൽ കേസ് വഴി. പിന്നെ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അതായത് സെക്ഷൻ 465 IPC, അങ്ങനെ നിരവധി സെക്ഷനുകൾ ഉപയോഗിച്ച് പോലീസിൽ ഈ കംപ്ലൈൻറ്റ് വ്യാജമാണ്, ഈ രേഖകൾ വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്ന് നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇതിനാവശ്യമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, സാക്ഷികൾ, പിന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയ വാട്സാപ്പോ ഇമെയിലോ അങ്ങനെ ഫോൺ കോളുകളോ അങ്ങനെ തുടങ്ങിയ രേഖകൾ. പിന്നെ സിഗ്നേച്ചർ നിങ്ങളുടെ എല്ലാം തെളിയിക്കാൻ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിൻ്റെ സേവനം തേടുക തുടങ്ങിയ രീതികളിലെല്ലാം നിങ്ങൾക്ക് ഈ ആരോപണത്തെ ഡിഫെൻഡ് ചെയ്യാവുന്നതാണ്.